അമ്മയ്ക്കൊരുമ സ്നേഹക്കൂട്ടായ്മയുടെയും ബാലജനസഖ്യം അണക്കര യൂണിയന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി പ്രസംഗ പരിശീലന കളരി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം GGK ഫിലിപ്പ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹൈസ്കൂൾ കുട്ടികൾക്കായിട്ടാണ് പ്രസംഗകലയുടെ പ്രാഥമിക പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. സദസ്സിനെ അഭിമുഖീകരിക്കുന്നതിൽ ഉള്ള ഭയം അകറ്റുക, ആത്മവിശ്വാസത്തോടെ സദസ്സിനെ നേരിടാൻ പ്രാപ്തരാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് അമ്മയ്ക്കൊരുമ സ്നേഹക്കൂട്ടായ്മയും അഖില കേരള ബാലജനസഖ്യം അണക്കര യൂണിയനും സംയുക്തമായി ഏകദിന പ്രസംഗ പരിശീലന കളരി സംഘടിപ്പിച്ചത്. സ്നേഹക്കൂട്ടായ്മ ഓഫീസ് ഹാളിൽ നടന്ന പരിശീലന കളരി ജില്ലാ പഞ്ചായത്ത് അംഗം GGK ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. അവര് വളരെ സുന്ദരമായ നോവൽ എഴുതുന്ന ഒരു എഴുത്തുകാരിയാണ്. അവളുടെ ഭർത്താവ് പുരാവസ്തു ഗവേഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ്. അപ്പൊ ഒരിക്കലും സാഹിത്യ മീറ്റിംഗ് കൂടിക്കൊണ്ടിരുന്നപ്പോഴത്തേന് ഇവരോട് ചോദിച്ചു, നിങ്ങളൊരു സാഹിത്യകാരി, നിങ്ങളുടെ ഭർത്താവ് ഒരു പുരാവസ്തു ഗവേഷകൻ, അതെങ്ങനെ പൊരുത്തപ്പെടും? അപ്പൊ അവര് പറഞ്ഞൊരു മറുപടിയുണ്ട്, തമാശയാണെന്റെ അടുത്ത് വലിയ കാര്യമില്ല. അവർ പറഞ്ഞതെന്നറിയാം, എല്ലാ സ്ത്രീകൾക്കും ഇങ്ങനെ പുരാവസ്തു വകുപ്പിൽ ജോലിയുള്ള ഭർത്താക്കന്മാരെ കിട്ടുന്നതാണ് നല്ലത്. അപ്പൊ അവര് ചോദിച്ചാൽ എന്താ, അവർക്ക് പുരാവസ്തുക്കളോടല്ലേ താല്പര്യം, പ്രായം ചെല്ലുമ്പോൾ നമ്മളെ ഒരു നന്നായി നോക്കില്ല. ഈ പുരാവസ്തു ഗവേഷകർക്ക് എപ്പോഴും പഴക്കം ചെന്ന സാധനങ്ങളോടാണല്ലോ ഇഷ്ടം, അല്ലെ? അവർ ഏറ്റവും പഴക്കമുള്ളത് തേടി നടക്കുന്നവരാണ്. കാഴ്ച സാംസ്കാരിക വേദി പ്രസിഡന്റ് ജോസഫ് മാത്യു, റോട്ടറി ക്ലബ് പ്രസിഡന്റ് ബെന്നി ജോൺ എന്നിവർ ക്ലാസുകൾ നയിച്ചു. റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ഷാജി PS, സഖ്യം മുൻ ഭാരവാഹിയും മെന്റലിസ്റ്റുമായ റിയ റോസ് എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ നന്ദന PS ചടങ്ങിൽ അനുമോദിച്ചു. സഖ്യം യൂണിയൻ രക്ഷാധികാരി സാബു കുറ്റിപ്പാലക്കൽ, സഹകാരി ഫോറം കൺവീനർ സജി ജോർജ്, ഭാരവാഹികളായ റിച്ച മരിയ സോണി, അന്ന സിംസൺ, ആദിൻസ് KS, അമൽ അലക്സ് തുടങ്ങിയവർ നേതൃത്വം നൽകി.